നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണിനെ അറിയാം, കണ്ണിനെ സംരക്ഷിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി സൂപ്രണ്ട് ഡോക്ടർ ചിത്ര രാഘവനാണ്. ഡോക്ടർ നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങളുമായി ഹലോ ഡോക്ടറിലേക്ക് വിളിക്കാം. ഡോക്ടർ, അന്ധത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. കണ്ണിൻ്റെ കാഴ്ച അത്രത്തോളം നമുക്ക് പ്രാധാന്യമുള്ളതുമാണ്. കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഹലോ ഡോക്ടർ ആരംഭിക്കാം. എന്തൊക്കെയാണ് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പൊതുവെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണചര്യ, ആവശ്യത്തിന് വിശ്രമം, പിന്നെ നല്ല രീതി, പിന്നെ ഈ അന്തരീക്ഷ മലിനീകരണം നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് അത് നമ്മളോടൊപ്പം ഉള്ള ഒരു കാര്യമാണ്. എന്നാലും നല്ല ഭക്ഷണവും വിശ്രമവും അത്യാവശ്യമാണ്. ഇതോടൊപ്പം തന്നെ കണ്ണിൻ്റെ നേത്രപടലത്തിലോ കണ്ണിന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ ചുമപ്പോ വേദനയോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ ഉടൻ തന്നെ അതിന് ചികിത്സ തേടേണ്ടതും ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതും സമയം വൈകാതെ തന്നെ അതിന് ചികിത്സ തേടേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം അതിനെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയേണ്ടത്, നമുക്ക് സഹായകരമല്ല. കാരണം പലപ്പോഴും എല്ലാവരും മൊബൈലാണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും അതെല്ലാം പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. തന്നെ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി കണ്ണിനെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് തന്നെ ഒരു രോഗാവസ്ഥ ഇപ്പം നിലവിലുണ്ട്. കാരണം നമ്മുടെ കണ്ണുകൾക്ക് കണ്ണീരെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുകയാണ് കണ്ണിനുള്ളിൽ. അപ്പോൾ ആ കണ്ണുനീര് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നന്നായിട്ട് ഒരേപോലെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇമകളുടെ ചിമ്മലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇമ ചിമ്മിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തവണ വളരെയധികം കുറയുന്നുണ്ട്. ഈ കമ്പ്യൂട്ടറിലേക്കും പലതരം ഗാഡ്ജറ്റ്സ് മൊബൈലിലേക്കും ഒക്കെ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതും ഒരു കാരണമാണ് പിന്നെ ഡ്രൈ ഐ അല്ലെങ്കിൽ ഉപരിതല വരൾച്ച എന്ന് നമ്മൾ പറയും, ഡ്രൈ ഐസ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഇമ വെട്ടുകയും ഇതുപോലെ തന്നെ ജീവകങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വിശ്രമിക്കുക. ഇതുകൂടാതെ ചില മരുന്നുകൾ കാരണവും ഇതുണ്ടാകാറുണ്ട്. അപ്പോൾ അത് BP-ക്കുള്ള മരുന്ന്, അതുപോലെ തന്നെ ഈ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ സ്ത്രീകൾക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക്, പിന്നെ അലർജിക്കുള്ള മരുന്നുകൾ, മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ, ഇവയെല്ലാം തന്നെ ഒരു വരൾച്ച ഉണ്ടാക്കുന്നുണ്ട് കണ്ണുകൾക്ക്. അപ്പോൾ ഈ മരുന്നുകളെ തിരിച്ചറിയുകയും അവയ്ക്ക് പകരമായിട്ടുള്ള വേറെ മരുന്നുകൾ കൊടുക്കുകയും വേണം. അതുകൂടാതെ തന്നെ കണ്ണുനീര് പോലെയുള്ള മരുന്ന് തുള്ളികൾ ലഭ്യമാണ്. ഇവ കണ്ണിൽ സമയത്തിന് അനുസൃതമായിട്ട് നമ്മൾ ഒഴിക്കുകയും ഇത്തരം നമ്മുടെ ജീവിതചര്യയിൽ വ്യത്യാസങ്ങൾ വരുത്തിയാൽ ഒരു ലെവൽ വരെ നമ്മൾക്ക് ഈ തരം ബുദ്ധിമുട്ടുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഈ ഒരു സാഹചര്യം ഒഴിവാക്കി നിർത്തിയാൽ നമുക്കിപ്പോൾ ഈ പ്രത്യേകിച്ചും കണ്ണുകളെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ശ്രദ്ധയിൽ വരുന്ന ഒന്ന് ഗ്ലോക്കോമയാണ്. അതെ, ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? ഗ്ലോക്കോമ എന്നാൽ കണ്ണിലെ മർദ്ദം കൂടുകയാണ്. എല്ലാവരുടെ കണ്ണിലും ഒരു മർദ്ദമുണ്ട് നോർമലായിട്ട്. അപ്പോൾ ആ മർദ്ദം കൂടിയ അവസ്ഥ, അതായത് കണ്ണിനകത്ത് ഒരു ദ്രാവകം, ആ ദ്രാവകം ഏക്വസ് എന്ന് പറയുന്ന ആ ദ്രാവകം കണ്ണിനകത്ത് ഉണ്ടാക്കുന്ന ഒരു നോർമൽ മർദ്ദം, അത് ഒന്നുകിൽ അതിൻ്റെ അക്വസിൻ്റെ പിന്നെ ഉൽപ്പാദനം കൂടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്ഫ്ലോ, അതായത് അതിൻ്റെ ചാലുകൾ, പുറത്തേക്ക് പോകുന്ന ചാലുകൾക്ക് ബ്ലോക്കോ, ഈ രണ്ടവസ്ഥയിൽ നമ്മുടെ കാഴ്ച ഞരമ്പ് അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവിന് ഡാമേജ് ഉണ്ടാവും ഈ പ്രഷർ കൂടുമ്പോൾ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ദൃഷ്ടിപഥം, ഫീൽഡ് ഓഫ് വിഷൻ കുറഞ്ഞു വരികയും കണ്ണിൻ്റെ കാഴ്ച ഞരമ്പിന് ഒരിക്കലും പിന്നെ നികത്താൻ അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ വയ്യാത്ത വിധം കാഴ്ച ഞരമ്പിന് ബലക്കുറവ് സംഭവിക്കുകയും ക്രമേണ കാഴ്ചയുടെ ഫീൽഡ്, അതായത് ദൃഷ്ടിപഥം ചുരുങ്ങി ഒരു ചെറിയ ട്യൂബിൽ കൂടെ കാണുന്ന പോലെ ആകും. അപ്പോൾ
ഇത് നേരത്തെ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ രോഗികൾക്ക്, ഇത് ബാധിക്കുന്ന രോഗികൾക്ക് ഒരു തരം ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അവരെല്ലാവരും വേദനയോ അങ്ങനെയൊന്നും അറിയുന്നില്ല. 40 വയസ്സ് കഴിയുമ്പോൾ ഒരു കണ്ണട മാറ്റാനായിട്ട് നമ്മൾ പോകുമ്പോഴെങ്കിലും ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിച്ചിട്ട് കണ്ണിൻ്റെ റെറ്റിന അല്ലെങ്കിൽ ഫണ്ടസ് ഒരു ചെക്കപ്പ് അത്യാവശ്യമാണ്. കാരണം അപ്പോൾ നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കണ്ണിൻ്റെ കാഴ്ച ഞരമ്പിന് ഈ ഗ്ലോക്കോമ എന്ന അസുഖം ഉണ്ടോ, എന്നിട്ട് 40 കഴിഞ്ഞോ ഒരിക്കലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒന്ന് കണ്ണിൻ്റെ മർദ്ദം നോക്കുക. ഇത് കൂടാതെ ഇത് പാരമ്പര്യമായിട്ടുള്ള ആളുകളിൽ അവർക്ക് അറിയാമല്ലോ, അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ അവർ വളരെ നേരത്തെ തന്നെ അവരുടെ കണ്ണിൻ്റെ റെറ്റിന അല്ലെങ്കിൽ ഫണ്ടസ് ഒരു നേത്രരോഗ വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കുകയും കണ്ണിൻ്റെ പ്രഷർ റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ് ടെസ്റ്റിംഗ് ഉണ്ട് നമ്മൾക്ക് ഈ കാഴ്ചയുടെ ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറയും. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് കാലാകാലങ്ങളിൽ ഡോക്യുമെൻ്റ് ചെയ്യാം. എപ്പോഴെങ്കിലും അത് കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും അതിനെ ചികിത്സ കൊടുത്ത് ശരിയാക്കുകയും വേണം. പിന്നെ കണ്ണിൻ്റെ മർദ്ദം കൂടിയതായിട്ട് കണ്ട് ഗ്ലോക്കോമ സ്ഥിരീകരിച്ചാൽ അവർ ആയുഷ്കാലം മുഴുവൻ, അത് ഒരു തരം ഗ്ലോക്കോമയ്ക്ക്, എല്ലാം ഒരേ തരം ഗ്ലോക്കോമയല്ല, പക്ഷേ ഈ ഞാൻ പറഞ്ഞ പോലെ ഉള്ള ഈ നേത്ര അതിമർദ്ദം, അതായത് ഗ്ലോക്കോമ എന്നുള്ള അവസ്ഥ നമ്മുടെ അതിമർദ്ദം വരികയാണെങ്കിൽ അതിന് ഈ ആൻറ്റി ഗ്ലോക്കോമ മെഡിക്കേഷൻസ് ഉണ്ട്. ഗ്ലോക്കോമയ്ക്കുള്ള മരുന്നുകൾ, തുള്ളി മരുന്നുകൾ. ഈ തുള്ളി മരുന്നുകൾ തെറ്റാതെ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും ഞാൻ പറയും, അത് ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ മരുന്നുകൾ അത് നിർദ്ദേശാനുസരണം, ഡോക്ടറുടെ നിർദ്ദേശം പോലെ തെറ്റുകൂടാതെ കണ്ണിൽ ഒഴിക്കുകയും വേണം. 6 മാസത്തിലൊരിക്കൽ നമ്മൾ ഫീൽഡ് ഓഫ് വിഷൻ ചെക്ക് ചെയ്യുകയും വേണം. മർദ്ദം നോർമൽ ആകുന്നത് വരെയും നമ്മൾ നേത്രരോഗ വിദഗ്ധൻ പറയുന്ന തവണകളിൽ നോക്കി അത് ശരിയാക്കുകയും വേണം. ഓക്കെ ഡോക്ടർ, ഞാൻ നടപടിക്കുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നു, കണ്ണൂരിൽ നിന്നും ശില്പ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എൻ്റെ കണ്ണിന്റെ പോയിന്റ് എന്ന് പറയുന്നത് പവർ എന്ന് പറഞ്ഞത് 0.75 ആണ്. അപ്പോൾ നോർമലി ഞാൻ സിസ്റ്റം ഉപയോഗിക്കുമ്പോഴും മാത്രമാണ് കണ്ണട യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ണിലെ വേദന, അങ്ങനത്തെ തലവേദന, അങ്ങനത്തെ സ്ട്രെസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ തുടർച്ചയായിട്ട് കണ്ണട ഫുൾ ടൈം വെക്കേണ്ട ആവശ്യകത ഉണ്ടോ? -0.75 ആണോ ശില്പ? മൈനസ് അല്ല, 0.75. അത് ആക്ച്വലി സിസ്റ്റം നന്നായിട്ട് കാണാമെങ്കിൽ, ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ സിസ്റ്റം അടുത്ത് വെക്കുമ്പോൾ അത് കാണാതിരിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് വെക്കാതിരിക്കുമ്പോഴാണോ ഈ തലവേദനയും ഈ ബുദ്ധിമുട്ടും കൂടുന്നതെങ്കിൽ എന്നാൽ വെച്ച് തന്നെ സിസ്റ്റം യൂസ് ചെയ്യുക. പിന്നെ സിസ്റ്റത്തിൻ്റെ യൂസേജ് ഈ പറഞ്ഞതുപോലെ കണ്ണ് ചിമ്മുന്നത് കൂട്ടുക, അല്ലെങ്കിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഉപയോഗിക്കുക, ആൻറ്റി ഗ്ലെയർ ഇത് ഉള്ള ഇഫക്റ്റോ ലൈറ്റ് കുറച്ചിടുക, അങ്ങനത്തെ പലതരം. അല്ലെങ്കിൽ ഇരിക്കുന്ന റൂമിലെ വെളിച്ചം തീരെ കുറയ്ക്കാതെ ആവശ്യത്തിന് വെളിച്ചത്തിലിരുന്ന് ഫങ്ഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ സ്ഥിരമായിട്ട് വെക്കേണ്ട ആവശ്യകത ഇപ്പോൾ ഇല്ല. ഈ കമ്പ്യൂട്ടറിന് സ്ഥിരമായിട്ട് ഗ്ലാസ് വെക്കണം. ഗ്ലാസുകൾ പ്രിസ്ക്രൈബ് ചെയ്ത ആളുകൾ സ്ഥിരമായിട്ട് തന്നെ ഗ്ലാസുകൾ ഉപയോഗിക്കണം. ഇപ്പൊ ശില്പ പറഞ്ഞത് ശില്പയ്ക്ക് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ പറഞ്ഞ പ്രശ്നം പലപ്പോഴും പലരിലും ഉണ്ടാവാറുള്ളതാണ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു കണ്ടിന്യൂസ് ഇപ്പോൾ ഒരു 2 മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു ബ്രേക്ക് എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? ബ്രേക്ക് എന്തായാലും എടുക്കണം. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ, കൺപോളകൾ ചിമ്മുന്നത് നമ്മളുടെ ആക്ച്വലി കണ്ണിൻ്റെ ഉപരിതല ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കണ്ണീര് ഈവനായിട്ട് അത് സ്പ്രെഡാവും, ഒരറ്റം മുതൽ മറുഅറ്റം വരെ. ഈ കണ്ണീരാണ് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകം. അപ്പോൾ അതിനെ ഈ ചിമ്മൽ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് കണ്ണ് ചിമ്മുന്നത് കൊണ്ട് ആൾക്ക് നല്ല സുഖം ലഭിക്കും. പിന്നെ കണ്ണിന് ലേശം ഒരു വിശ്രമവുമാവും. ഈ ഇടയിൽ ബ്രേക്ക് എടുക്കുന്ന ആ സമയം കൊണ്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് അത് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. പിന്നെ ഭക്ഷണത്തിൻ്റെ ക്രമം എന്ന് പറഞ്ഞാൽ നല്ല ജീവകങ്ങളുള്ള ഭക്ഷണം,
ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്രദ്ധിച്ച് ഇലക്കറികൾ കൂടുതലുള്ളത്, ക്യാരറ്റ്, പപ്പായ, പിന്നെ ചിലതരം മീനുകൾ, ഇതെല്ലാം കണ്ണിൻ്റെ ഉപരിതല വരൾച്ച പ്രതിരോധിക്കുന്നതിന് വളരെ ഉപകാരമായിരിക്കും. ഇതുപോലെ ഭക്ഷണത്തിലും നമ്മുടെ ജീവിതചര്യയിലും വ്യത്യാസം വരുത്താമെങ്കിൽ അത് വളരെ നല്ലതാണ്. എന്നിട്ടും മാറുന്നില്ല എങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരുന്നുകളിൽ ചേഞ്ചുകൾ വരുത്തണം. ആ മരുന്നുകളെ ഉപയോഗിക്കാമെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് അല്ലെങ്കിൽ കണ്ണുനീരിന് തത്തുല്യമായ മരുന്നുകൾ ലഭ്യമാണ്. അവ കണ്ണിൽ 2 മണിക്കൂർ ഇടവിട്ടോ എത്ര നിങ്ങൾക്ക് പറ്റുമോ ആ ബ്രേക്ക് പീരീഡിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ്. നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷക ചേരുന്നു, ചേർത്തലയിൽ നിന്നും ബേബി ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. പറഞ്ഞോളൂ, കേൾക്കാം ബേബി. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഞാൻ മലം ചേർത്തലെന്ന് വിളിക്കണേ. എന്റെ ഒരു ബേബി എന്നാണ്. എനിക്ക് 53 വയസ്സായി. എത്ര? 53 വയസ്സ്. ഞാൻ 2020 എനിക്ക് പെട്ടെന്ന് കണ്ണിനൊരു ഇടത് കണ്ണിന് മങ്ങൽ പോലെ വന്നു. അത് ഞാനിപ്പോ നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രീൻ ഗാർഡൻസ് ഹോസ്പിറ്റൽ, അതായത് ഡോക്ടർ ആനന്ദവല്ലി ഡോക്ടർ, അവിടെ പോയി കാണിച്ചപ്പോ ഇത് കണ്ണിന് ഞരമ്പില് ബ്ലോക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഗിരിധറിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. 2000 ഇഞ്ചക്ഷൻ എടുത്തോ? അതെ കണ്ണില് ഞരമ്പിൽ ഇഞ്ചക്ഷൻ, ഞരമ്പിൽ വീക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. അപ്പൊ എനിക്ക് 2 വർഷത്തേക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. വീണ്ടും ഈ പ്രശ്നം തന്നെ വീണ്ടും ആവർത്തിച്ച് ഞാൻ പിന്നെ ഒരു മെഡിക്ലെയിമിന്റെ ഇതില് ഞാൻ അങ്കമാലി ഹോസ്പിറ്റലിൽ തുടർന്ന് 5 ഇഞ്ചക്ഷൻ എടുത്തു. 5 ഇഞ്ചക്ഷൻ എടുത്തിട്ട് എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. ഇപ്പൊ ഞാൻ കോട്ടയം മെഡിക്കൽ ചികിത്സയിലാണ് ഒരു 6 മാസമായിട്ട്. അപ്പൊ എനിക്കിപ്പോ ഞാൻ മിനിഞ്ഞാന്ന് പോയിരുന്നു. അപ്പൊ സ്കാൻ അതിനു മുമ്പായിട്ട് എനിക്ക് ലേസർ അടിച്ചു. ലേസർ അടിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ നീർക്കെട്ടലുണ്ട്. അത് വീണ്ടും ഒരു ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ ഉണ്ടാകുന്നത്? ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ഏത് വർഷമാണ് ഇത് ഉണ്ടായത്? ഇത് 2000 എനിക്ക് ആദ്യമായിട്ട് സംഭവം. 2000 ആണ്ടില്. ഓക്കെ. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ 5 ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അന്ന് ഗിരിധറിലെയും കൂട്ടി 6 ഇഞ്ചക്ഷൻ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് റെറ്റിനൽ വെയിനിന്റെ ഒക്ലൂഷൻ, അതായത് ബ്ലോക്ക് കാരണമാണ്. അപ്പോൾ അത് ഇദ്ദേഹത്തിന് BP-യുടെ അസുഖമുണ്ടോ? ഞാനും എനിക്ക് ഇത് കോവിഡാനന്തര അസുഖമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ടെസ്റ്റ് നടത്തി. എനിക്ക് ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. എല്ലാ ടെസ്റ്റും നടത്തിയിട്ടാണ്. BP ഒന്നുമില്ല. അതിനിടക്ക് എനിക്ക് അങ്കമാലിലെ ഒരു പിന്നെ ഈ ഞരമ്പിലൂടെ ഒരു മരുന്ന് കയറ്റിയൊരു മഞ്ഞ. അല്ല, അപ്പോൾ ഇപ്പൊ ഇത് വന്ന സ്ഥിതിക്ക് വെയിൻ ഒക്ലൂഷൻ ആയി എന്നുള്ള സ്ഥിതിക്ക് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇദ്ദേഹം 6 ഇഞ്ചക്ഷൻ എടുത്തിരിക്കണോ. ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയുടെ മാക്കുല എന്നുള്ള ആ ഏരിയയിലും കണ്ണിൻ്റെ റെറ്റിനയിൽ നീർക്കെട്ട് വരുമ്പോഴാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്നത്. ഇതിന് ലേസർ ചികിത്സ പ്രാരംഭത്തിൽ ചെയ്യാമെങ്കിലും അത് നീർക്കെട്ടുള്ള അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇദ്ദേഹം എത്ര ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കൊണ്ട് കാണിച്ചുവോ? ഹലോ ഡോക്ടർ, കോള് കട്ടായി തോന്നുന്നു. അതെ ഡോക്ടർ, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതുപോലെ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള പല പല പ്രശ്നങ്ങളാണ് പലരും നേരിടുന്നത്. അതുപോലെ തന്നെ ഒന്നാണ് പ്രമേഹം. പലപ്പോഴും കണ്ണിനെ ബാധിക്കുന്ന പ്രമേഹം ഒരു വലിയ പ്രശ്നമായി തീരാറുണ്ട്. ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ചൊന്ന് പറയാമോ? അതെ, പ്രമേഹം ഏറ്റവും ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എടുത്താൽ അതിൽ എല്ലാവർക്കും പ്രമേഹം, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു പ്രായം കഴിയുമ്പം പ്രമേഹം ഉണ്ടാവാറുണ്ട്. ഒന്ന് നമ്മുടെ ജീവിതചര്യയും പിന്നെ നമ്മുടെ ഭക്ഷണത്തിലെ വ്യതിയാനങ്ങൾ, ഇതെല്ലാം കാരണമാണ്. അപ്പോൾ പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രമേഹം ഡയഗ്നോസ് ചെയ്തതിന് ശേഷം പിന്നെ റെഗുലറായിട്ട് അത് ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റിനോടൊപ്പം ഒരു നേത്രരോഗ വിദഗ്ധനെ 6 മാസം നമ്മളുടെ കണ്ണുകൾ ഒന്ന് കാണിച്ച് പരിശോധിച്ച് കണ്ണുകളുടെ കാഴ്ച, പിന്നെ കാഴ്ച ഞരമ്പിൻ്റെ അവസ്ഥ, ഇതെല്ലാം നോക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മളുടെ ബ്ലഡിൽ പ്രമേഹം, അതായത് പ്രമേഹത്തിൻ്റെ കൺട്രോള് മോശമായാൽ
അത് ഡയബറ്റിസ് കണ്ണിലും ബാധിക്കും. അതിനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിച്ചാൽ അത് പിന്നെ അങ്ങോട്ട് എത്രയും വേഗം വളരെ കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികൾ കൊണ്ട് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അത് പിന്നെ കൈവിട്ടു പോകും. അതായത് തുടക്കത്തിൽ തന്നെ ഷുഗറിൻ്റെ കൺട്രോളും അതെല്ലാം ഒരു ഫിസിഷ്യൻ്റെ കെയർ ഓഫിൽ നടത്തണം. അത് കഴിഞ്ഞ് നമ്മൾ നേത്രരോഗ വിദഗ്ധൻ്റെ പരിശോധനയിൽ ഞാൻ പറഞ്ഞ പോലെ 6 മാസം കണ്ണിൻ്റെ റെറ്റിന ചെക്കപ്പ് ചെയ്ത് ആ റെറ്റിനയിൽ എന്തെങ്കിലും ചേഞ്ചുകൾ കാണുമ്പോൾ വളരെ തുടക്കത്തിൽ തന്നെ ലേസർ ചികിത്സയ്ക്ക് വിധേയമാകണം. ലേസർ ചികിത്സ കൂടാതെ ഇടയ്ക്ക് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടുന്നെങ്കിൽ കണ്ണിന് വേറെ പരിശോധനകളുണ്ട്. ഈ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം കൊണ്ടുള്ള കാഴ്ച ഞരമ്പിൻ്റെ ദോഷങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഫ്ലൂറസൻ ആൻജിയോഗ്രാഫി, പിന്നെ OCT, ആ സ്കാനുകളെല്ലാം ചെയ്തിട്ട് കണ്ണിൻ്റെ റെറ്റിനയുടെ ആരോഗ്യം ഉറപ്പുവരുത്തണം. ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ചികിത്സ, അത് ലേസർ ആണെങ്കിലും അല്ല അതിൻ്റെ മുമ്പോട്ട് പോയി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നേരത്തെ ഒരു കോളർ വിളിച്ചു പറഞ്ഞതുപോലെ കണ്ണിനുള്ളിൽ ഇഞ്ചെക്ഷൻസ് അതിപ്പോൾ ലഭ്യമാണ്. ആ ഇഞ്ചെക്ഷൻസും എടുക്കേണ്ടതായി വരും. ഡോക്ടർ, നേത്രപടല അന്ധതയെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങിയാലോ. കോർണിയൽ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? കോർണിയൽ ബ്ലൈൻഡ്നെസ്, കോർണിയ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഏറ്റവും മുൻവശത്ത് കാണുന്ന സുതാര്യമായ ആ ജാലകമാണ്. അപ്പോൾ കോർണിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കാഴ്ചയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ കാഴ്ച നിശേഷം നഷ്ടമാവുമെന്ന് തന്നെ പറയാം. ആ കോർണിയയ്ക്ക് ഏറ്റവും ആവശ്യം അതിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ A ഡെഫിഷ്യൻസി എന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ നാട്ടിൽ പോഷകാഹാരക്കുറവ് അത്രയ്ക്ക് കൂടുതലല്ലാത്തത് കൊണ്ട് വൈറ്റമിൻ A ഡെഫിഷ്യൻസി കൊണ്ടുള്ള നേത്രപടല അന്ധത നമ്മുടെ നാട്ടിൽ കുറവാണ്. എന്നാലും ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ വൈറ്റമിൻ A ഡെഫിഷ്യൻസി ഉണ്ട്. ജീവകം A ആണ്. ഇതിൻ്റെ കുറവ് കാരണം കണ്ണിൻ്റെ കോർണിയയ്ക്ക് ഒരുപാട് കേടുപാടുകൾ, വ്രണം, അതിൻ്റെ സുതാര്യമായ അവസ്ഥ അതാര്യമാവുകയും കാഴ്ച ഇല്ലാണ്ടാവുക വരെ ഉണ്ടാകും. അതിന് പിന്നെ ഇപ്പോൾ ജീവകം A അല്ലെങ്കിൽ വൈറ്റമിൻ A റെഗുലറായിട്ട് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുഖേനയും അല്ലാതെയും നവജാത ശിശുക്കൾ മുതൽ നമ്മളെല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഈ കൊടുത്തു പോകുന്നു ഓരോ നാഷണൽ പ്രോഗ്രാംസിൻ്റെ കീഴിലും. ഇനി വേറെ ഒരു പ്രധാന കാരണം എന്നുള്ളത് കണ്ണിന് ഏൽക്കുന്ന പരിക്കുകളാണ്. കണ്ണിന് പരിക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നത് കോർണിയയിൽ വെള്ളപ്പാടായിട്ടായിരിക്കും. അത് ഒരു പ്രധാന കാരണമാണ്. കോർണിയയിൽ പിന്നെ വെളുത്തു പോകുമ്പോൾ കാഴ്ച അതിനനുസരിച്ച് കുറയും. പിന്നെ ഉള്ളത് കർഷകരിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ കാണുന്ന ചെറിയ വ്രണങ്ങൾ പോലും വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ചികിത്സ എടുക്കേണ്ടതാണ് അതിന്. അതായത് നെല്ല്, ഇല, മുള്ള് ഇത്യാദി ഏതൊരു കാര്യം കൊണ്ടുള്ള മുറിവുകളും ഫംഗസിൻ്റെ അണുബാധ മൂലം വളരെ പെട്ടെന്ന് വേഗത്തിൽ കംപ്ലീറ്റ് കോർണിയ മുഴുവൻ വ്യാപിക്കുകയും കണ്ണിൽ പൂർണ്ണമായിട്ടും വ്രണമായിട്ട് കാഴ്ച നശിക്കുകയും ചെയ്യും. ഇതിനെയാണ് ടോട്ടൽ. അപ്പോൾ കോർണിയ കംപ്ലീറ്റ് അങ്ങ് പഴുത്തു പോവും. ഇതിന് എത്രയും വേഗം ആദ്യം തന്നെ ചികിത്സ തേടാതെ ഇരുന്നാൽ ഇത് ഈ രീതിയിലേക്ക് അങ്ങ് പോകും. തുടക്കത്തിൽ തന്നെ നേത്രരോഗ വിദഗ്ധനെ ഏത് പരിക്കുകളും കാണിക്കണം. പിന്നെ ഇത് കൂടാതെ ഈ ജോലി സംബന്ധമായിട്ട്, അതായത് കല്ലുപണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ആശാരിമാർ, അങ്ങനത്തെ തരം ജോലി, വെൽഡിങ്, ഇതിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർ എപ്പോഴും അവർ സുരക്ഷാ കണ്ണടകൾ, അതായത് ഗോഗിൾസ് ധരിക്കുന്നത് നന്നായിരിക്കും. കാരണം എപ്പോഴായാലും കണ്ണിലേക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ചീളോ ഒരു കൊച്ചു കഷ്ണമോ കണ്ണിൽ കൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഇനി അഥവാ കൊണ്ടാലും അത് സ്വന്തമായി എടുക്കുകയും സ്വയം ചികിത്സ എടുക്കാതെ ഒരു നേത്രരോഗ വിദഗ്ധയോ അടുത്തുള്ള ആശുപത്രിയിലോ കൊണ്ട് കാണിക്കണം. വേറെ ഒരു കോമൺ ആയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും ഒരു മരുന്ന് ഇട്ടുകൊണ്ടിരിക്കുന്ന, അപ്പോൾ ആ മരുന്ന് എന്താണെന്ന് അറിയില്ല, പക്ഷേ എന്നാലും ഒരു മരുന്ന് ആരോഗ്യം ഇടുന്നുണ്ട് മൂത്തവ, അപ്പോൾ ആ മരുന്ന് എടുത്ത് ഇടുക. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ട് അവർ കൊടുക്കുന്ന എന്തെങ്കിലും ഓവർ ദ കൗണ്ടർ എന്ന് പറയും, അപ്പോൾ ഏതെങ്കിലും ഒരു മരുന്ന് ഇടുക. അതിൽ ചിലത് സ്റ്റിറോയിഡ് എങ്ങാനും ആണെങ്കിൽ അങ്ങനെ ചികിത്സിച്ച് വരുന്ന വ്രണങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് തിരിച്ച് ശരിയാക്കാൻ. ഈ നേത്രപടല അന്ധത ഇത് അല്ലാതെയും
പരമ്പരാഗതമായി ചില കുടുംബങ്ങളിൽ കോർണിയൽ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുണ്ട്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് 2 കണ്ണിൽ ചെറുപ്പം മുതലേ ചെറിയ പൊട്ടുകളും പാടുകളും വന്ന് പിൽക്കാലത്ത് കാഴ്ച തീരെ ഇല്ലാണ്ടായി വരുന്നു. ഇത്തരം നേത്രപടല അന്ധത ബാധിച്ചവർക്ക് പകരം ഒരു കോർണിയ അല്ലെ നേത്രപടലം വെച്ച് പിടിപ്പിക്കുകയല്ലാതെ വേറെ യാതൊരു ചികിത്സാ മാർഗവുമില്ല. വ്യക്തമാണ് ഡോക്ടർ. നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ്. കണ്ണൂർ ഇരട്ടിയിൽ നിന്നും അയൂബ് ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ അയൂബ്. ഡോക്ടറെ, എന്റെ പേര് അയ്യൂബ് എന്നാണ്. ഞാൻ വിളിച്ചത് എന്റെ കണ്ണിന്റെ ഒരു 7 വർഷമായിട്ട് കണ്ണ് ഡ്രൈ ആണ്. അത് പിന്നെ ഞാൻ ഹലോ കേൾക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഒന്ന് ഉറക്കെ പറയാമോ? കണ്ണ് ഡ്രൈ ആയിട്ട് പിന്നെ കണ്ണുനീര് പറ്റി പോവാണ്. 7 വർഷമായി. ഇപ്പൊ നിലവില് ഇപ്പൊ എനിക്ക് അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസത്തേക്കുള്ള ഒരു ബോട്ടിൽ മരുന്ന് തന്നാൽ അത് എനിക്ക് ഒരു മിനിറ്റിന് എത്തിക്കില്ലെങ്കിൽ കണ്ണ് ചലിക്കില്ല. അയൂബ് പിന്നെ വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? വേറെ ഏതെങ്കിലും അസുഖത്തിന്? ഇല്ല, വേറെ അസുഖങ്ങളായിട്ട് കാര്യമായിട്ട് ഒരു മരുന്നും കഴിക്കുന്നില്ല. അതെ ഡോക്ടർ, അങ്ങനെ തന്നെയാണ് പ്രേക്ഷകൻ പറഞ്ഞത്. മറ്റ് മരുന്നുകളൊന്നും കഴിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറെ മരുന്നുകൾ കഴിക്കുന്നില്ലെങ്കിൽ ഒന്ന് അയൂബിന്റെ ജോലി എന്താണ്? ത്രൂ ഔട്ട് ഒരു AC ഉള്ള ശീതീകരിച്ച ഒരു മുറിയിലാണോ, അതോ പുറത്ത് ഏത് നേരവും പുറത്ത് തന്നെയാണോ? സൂര്യരശ്മി ഒരുപാട് അടിക്കുന്ന വെയിൽ കൊള്ളുന്ന ജോലിയാണോ? ഇതെല്ലാം അനുസരിച്ചിരിക്കും നമ്മുടെ കണ്ണിൻ്റെ വരൾച്ച. അപ്പോൾ ജോലി എന്താണെന്ന് ഇദ്ദേഹം പറഞ്ഞില്ല. എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞതിന് എന്തെങ്കിലും കാരണമുണ്ടോ? ഇനി നിങ്ങളുടെ വേറെ രോഗാവസ്ഥ വല്ലതും ഉണ്ടത് കാരണം കണ്ണുനീരിൻ്റെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണിനകത്തെ കണ്ണീർ ഗ്രന്ഥികളാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടോ എന്ന് ഒരു ഫിസിഷ്യനെ കാണിക്കേണ്ടിയും വരും. അപ്പോൾ അത് കാരണം അല്ലാതെ ഈ ഒരു നിമിഷം പോലും കണ്ണീര് ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഒഴിക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതെ വരില്ല. വ്യക്തമായി എന്ന് കരുതുന്നു ഡോക്ടർ. ഇതുപോലെ തന്നെ നേത്ര ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഏജ് റിലേറ്റഡ് ഡീജനറേഷനെ കുറിച്ചാണ്. അത് നമ്മുടെ നേത്ര ആരോഗ്യത്തെ എത്തരത്തിലാണ് ദോഷകരമായി ബാധിക്കുന്നത്? അതെ, ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡീജനറേഷൻ എന്ന് കുറച്ചുകൂടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാം. അതായത് കണ്ണിൽ പ്രായം കൂടുന്തോറും വരുന്ന ആ പദം ഏജ് റിലേറ്റഡ്, പ്രായം കൂടുമ്പോൾ വരുന്ന ഒരു അസുഖമാണിത്. ഈ ഇനം വ്യക്തികൾക്ക് ക്രമേണ കാഴ്ച കുറഞ്ഞു വരുന്നതായിട്ട് പറയും. അപ്പോൾ അതിലെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നേർവരകൾ, അതായത് സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം വളഞ്ഞതായിട്ട് അവർ കണ്ടു തുടങ്ങും. അപ്പോൾ അതാണ് അത് പറയുന്ന ഒരു വേറെ പ്രധാനപ്പെട്ട കാര്യം. ഇതും കാഴ്ചയുടെ ക്വാളിറ്റി കുറഞ്ഞു എനിക്ക് മങ്ങുന്നു എന്ന് പറയുന്നു. നമ്മൾ തിരിച്ച് അവർക്ക് ഗ്ലാസ്സുകളും എല്ലാം കണ്ണട പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ കണ്ണട വെക്കുമ്പോഴും തെളിയത്തില്ല. കാഴ്ച ഞരമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കുമ്പോൾ ഇവരുടെ കാഴ്ച ഞരമ്പിൽ അഥവാ റെറ്റിനയിൽ മാക്യുല എന്ന ഏരിയയിൽ അവർക്കുണ്ടാകുന്ന പ്രായത്തിൻ്റെതായ ജീർണത, ആ ജീർണാവസ്ഥയാണ് ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബാധിച്ച വ്യക്തിക്ക് ആ ഏരിയയിൽ നീർക്കെട്ട് വരികയും ആ കാഴ്ച വീണ്ടും കൂടുതൽ കുറയുകയും ചെയ്യുന്നു. പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ ഇതിന് പര്യാപ്തമായിട്ടുള്ള ചികിത്സ പണ്ടില്ലായിരുന്നു. അപ്പോൾ ഇതിന് കാരണമായിട്ട് ഒന്ന് പാരമ്പര്യമായിട്ട് ചില ആളുകളിൽ കണ്ടുവരുന്നു. പിന്നെ പറയപ്പെടുന്ന പുകവലിയൊരു സ്ട്രോങ് ഫാക്ടറാണ് പറയുന്നത്. ഇനിയൊന്ന് ജീവകങ്ങളുടെ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ്, അതും പറയപ്പെടുന്നു. ഇതെല്ലാം പറയപ്പെടുന്ന കാരണങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ റെറ്റിന പരിശോധനയ്ക്ക് വിധേയനാക്കണം. അത് ചെയ്യുമ്പോൾ OCT എന്നുള്ള ടെസ്റ്റ്, ഫണ്ടസ് ഫ്ലൂറസൻ ആൻജിയോഗ്രാഫി, ഇതിലെല്ലാം വ്യക്തമായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ എവിഡൻസ് കാണാൻ പറ്റും, ഈ രോഗാവസ്ഥ ഉണ്ട് എന്ന്. അങ്ങനെ വരുമ്പോൾ അതിന് നമ്മൾക്ക് കണ്ണിനകത്ത് ഇഞ്ചക്ഷനുകൾ കൊടുക്കാം. ഈ പറഞ്ഞ ഇഞ്ചക്ഷനാണ് നേരത്തെ ഒരു കോളർ നമ്മളോട് പറയാൻ ഇടയായത്. ആ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച ഞരമ്പിൽ, അതായത് സൂക്ഷ്മ ദർശനത്തിന് ആവശ്യമായ ഒരു ഏരിയയാണ് ഈ മാക്യുല എന്ന് പറയുന്നത്. ആ മാക്യുലാർ ഏരിയയിൽ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട് വറ്റിക്കാനാണ് നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുന്നത്. ഈ മരുന്നുകൾ താരതമ്യേന വില കൂടിയവയാണ്. അത് കണ്ണിനകത്ത് ഇഞ്ചക്ഷനായിട്ടാണ് കൊടുക്കുന്നത്.
ഇത് കൊടുത്ത് നമ്മൾ പിന്നെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാനാണ് ഈ പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ പിന്നെ ഇത് കൂടാതെ നമ്മുടെ പിന്നെ ഭക്ഷണത്തിൽ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന ഒന്ന് പ്രാരംഭ ദശയിൽ നമ്മൾക്ക് അതും കഴിക്കാൻ ഇവരോട് പറയാവുന്നതാണ്. ആൻറ്റി ഓക്സിഡൻസ് കണ്ണിൻ്റെ അകത്ത് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഓക്സിജനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുമെന്നുള്ള ആ ഒരു കണ്ടുപിടുത്തങ്ങളിൽ ആധാരമായിട്ടാണ് നമ്മൾ നേരത്തെ പ്രാരംഭ ദിശയിൽ തന്നെ നമ്മൾ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ കണ്ടുവരുമ്പോൾ ഇവരോട് ആൻറ്റി ഓക്സിഡൻസ് കഴിക്കാനായിട്ട് നമ്മൾ പറയുന്നു. ഓക്കെ ഡോക്ടർ, വ്യക്തമാണ്. സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. നേത്രാരോഗ്യത്തെക്കുറിച്ചും നേത്രരോഗങ്ങളെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിച്ചത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി സൂപ്രണ്ട് ഡോക്ടർ ചിത്ര രാഘവനാണ്. ഡോക്ടർ, വളരെയധികം നന്ദി.